കൊടുത്ത് അതിലാണ് സാന്തോഷം. ശരിയുടെ ബാഗ് പ്രായബാലകർ സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുദാ. ഒലിവു ശാഖയും വഹിച്ച
പ്രായ ബാലകർ സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുദാ. ഉടനെ ഉച്ചരിച്ചിതാർപ്പു വിളിയെടുത്തോ ഉയരെ സ്വർഗമായതിൽ ഹോശാന. ഉടനെ ഉച്ചരിച്ചിതാർപ്പു വിളിയെടുത്തോ ഉയരെ സ്വർഗമായതിൽ ഹോശാന. ജനനദീ കുതുകമായി കരമുയർത്തവേ വഴിയിൽ നീല വസ്ത്രവും വിരിച്ചു മോടിയിൽ മഹിതനീശ സുതരു നിത്യം ഹോസാന 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 ഹോസാന. ഭൂമിയും അതിങ്കലുള്ള സർവവസ്തുവും ഭൂതലം അതിൽ വസിച്ചിടുന്ന സർവരും. ഭൂമിയും അതിങ്കലുള്ള സർവവസ്തുവും ഭൂതലം അതിൽ വസിച്ചിടുന്ന സർവരും. ദൈവമായ നാഥനൊക്കെ സ്വന്തമാകുന്നു. ആഴിമേലി ഭൂതലത്തെ അങ്ങു സ്ഥാപിച്ചു. ദൈവമായ നാഥനൊക്കെ സ്വന്തമാകുന്നു. പുഴകൾ തന്നിലായതീ അങ്ങുറപ്പിച്ചു. ജനനദീ കുതുകമായി കരമുയർത്തവേ വഴിയിൽ നീല വസ്ത്രവും വിരിച്ചു മോടിയിൽ മഹിതനീശ സുതനു നിത്യം ഹോസാന 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 ഹോസാന. രക്ഷകന്റെ മാമലയിലാൽ പ്രവേശിക്കും. തന്റെ ദിവ്യ സന്നിധിയിൽ ആരു നിന്നിടും. രക്ഷകന്റെ മാമലയിലാർ പ്രവേശിക്കും. തന്റെ ദിവ്യ സന്നിധിയിൽ ആരു നിന്നിടും. സ്വച്ഛമാം കരങ്ങളും മനസ്സുമുള്ളവൻ വ്യർത്ഥമായി തൻ മനസ്സു മാറ്റിടാത്തവൻ. സ്വച്ഛമാം കരങ്ങളും മനസ്സുമുള്ളവൻ കള്ള സത്യമേതുമങ്ങു ചൊല്ലിടാത്തവൻ. ജനനദീ കുതുകമായി കരമുയർത്തവേ വഴിയിൽ നീല വസ്ത്രവും വിരിച്ചു മോടിയിൽ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കുവാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളുടെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉദ്ധാനത്തിൻ്റെ പങ്കുചേരലിനെ അർഹരാകുകയും ചെയ്യുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്ന് തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ. അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യേശുവിൻ്റെ പീഡാസഹന ചരിത്രമാണ് നാം വായിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം.
പെസഹായിക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, തിരുനാളിൽ വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. അവൻ ബെഥനിയായിൽ കുഷ്ഠരോഗിയായ ശിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു കൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധതൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. അവിടെയുണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈര്യമായി വിടുക. എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്നു. അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു. പെസഹാ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി പെസഹ ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ ഭക്ഷണത്തിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി ഓരോരുത്തരും അവനോട് ചോദിച്ചു, അത് ഞാനല്ലല്ലോ. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നുവെങ്കിൽ അവൻ നന്നായിരുന്നു. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിക്കും. അവൻ തറപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അവർ ഗെത്സെമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി.
അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയും. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുകയും. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സാധ്യമെങ്കിൽ ആ മണിക്കൂർ എന്നെ കടന്നു പോകട്ടെ. ആബാ പിതാവേ, എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലേ? ലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്തു മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നു? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവീൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തു നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരു അടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് അവനെ ഗാഢമായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു സ്വസ്തി. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാൾ ഊരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ ഒരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് കൂടി. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു, കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു, ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഇഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ മരണത്തിന് അർഹരാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ
ചെകിട്ടത്തടിച്ചു. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരകന്മാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ അത് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല. പിന്നെ അവൻ പുറത്ത് പടിവാതിലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലിയക്കാരനാണല്ലോ. അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിന് ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിയോട് അടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. അവർ അവനെ അഭിവാദനം ചെയ്തു പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. പിന്നീട് അവർ ഞാങ്കണ കൊണ്ട് അവന്റെ ശിരസിൽ അടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിരേനക്കാരൻ ശിമിയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവരോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല.
ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമാ സബ്ഖാനി. അതായത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്കടമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെയിറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. എല്ലാവരും ഒന്ന് മുട്ടുകുത്തുക. എഴുന്നേറ്റു. അപ്പോൾ ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു ഗലീലയിൽ ആയിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോടുകൂടെ ജെറൂസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാബത്തിന് തൊട്ടുമുൻപുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തേക്കാരനായ യോസഫ് ധൈര്യപൂർവം പീലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാബ്ദിനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിവരമറിഞ്ഞതിന് ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി. അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടിവയ്ക്കുകയും ചെയ്തു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയവും ജോസയുടെ അമ്മയായ മറിയവും കണ്ടു. സ്മരിക്കുക. നീണ്ട ഒരു വായനയ്ക്ക് ശേഷം, പീഡാനുഭവ ചരിത്രത്തിൻ്റെ വായനയ്ക്ക് ശേഷം വേണമെങ്കിൽ പ്രസംഗം പറയാം എന്നാണ് ഇന്നത്തെ ആരാധനാക്രമത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ വികാരിയച്ഛൻ നിങ്ങൾക്ക് പീഡാനുഭവത്തിൻ്റെ ആ ഒരു അനുഭവം ഈ തപസ് കാലത്ത് ഒന്നുകൂടി ഉണ്ടാകട്ടെ എന്ന് കരുതി പ്രസംഗം വേണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ആനന്യച്ഛ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. വിശുദ്ധ വാരം, ഈ വിശുദ്ധ ആഴ്ച എങ്ങനെയാണ് വിശുദ്ധമാകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈശോയുടെ കുരിശുമരണവും സഹനവും ഉത്ഥാനവും നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ സത്യങ്ങളെ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായ ആഴ്ചയാണ് നമ്മെ സംബന്ധിച്ച് വിശുദ്ധ വാരം. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്കറിയാം 89 അധ്യായങ്ങളുണ്ട് 4 സുവിശേഷത്തിലൂടെ. അതിൽ 4 അധ്യായങ്ങളാണ് ഈശോയുടെ 30 വയസ്സിന് മുമ്പുള്ള 30 വയസ്സ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് പറയുക. അതിനുശേഷം ഉള്ള അധ്യായങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. 85 അധ്യായങ്ങൾ പരസ്യ ജീവിതമാണ്. എന്നാൽ അതിൽ 29 അധ്യായങ്ങൾ
ഒരു ആഴ്ചയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഈശോ ജെറൂസലേമിൽ പ്രവേശിക്കുന്നതും ആ ജെറൂസലേമിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും ആ ജെറൂസലേമിൽ വെച്ച് സംഭവിച്ച അവസാനത്തെ ആഴ്ച. അത്രമാത്രം പ്രധാനമാണ് ഈ അവസാനത്തെ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഈ ആഴ്ചയെക്കുറിച്ച്, ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് രാജകീയമായ ഒരു പ്രവേശനമായി നമ്മൾ ഇപ്പോൾ കുരുത്തോലയൊക്കെ എടുത്തുകൊണ്ട് അത് പുനരാവിഷ്കരിച്ചു. ഈ രാജകീയമായ പ്രവേശനം എങ്ങനെയാണ് യഹൂദർ മനസ്സിലാക്കിയത് എന്ന് ഒന്നറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്തത് എന്നതിൻ്റെ ആ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. ഇസ്രായേൽ ജനതയും നമ്മൾ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇസ്രായേൽ ജനതയെ ദൈവം ഒരുക്കി, ക്രിസ്തുവിന് വരവിനായി ഒരുക്കിയ ഒരു ജനതയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി സമൂഹമായിരുന്നു ഇസ്രായേൽ ജനത. ആ ഒരു ഇസ്രായേൽ ജനതയെപ്പോലെ പുതിയ ഉടമ്പടിയുടെ സമൂഹമാണ് ക്രൈസ്തവരായ നമ്മൾ. ഇസ്രായേൽ ജനത എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരുന്നത്, അതുപോലെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് കാത്തിരിക്കുകയും ലോകത്തെ അതിലേക്ക് നയിക്കുകയും ചെയ്യേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഒന്നാം വരവിലേക്ക് എങ്ങനെയാണ് ഇസ്രായേൽ ജനത കടന്നു വന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തിരിഞ്ഞു നോക്കേണ്ടതിൻ്റെ ആവശ്യം. നമുക്കറിയാം, ദാവീദിൻ്റെ രാജ്യത്തിന് ശേഷം ദാവീദ് രാജാവായി, സൗൾ മുതലാണ് രാജവംശം തുടങ്ങുന്നത്. പിന്നീട് ദാവീദ് ഏകദേശം 1000 BC-യോടെ ദാവീദ് രാജാവാകുന്നു. സാവൂൾ വരുന്നു, ദേവാലയം പണിയുന്നു. സാവൂളിൻ്റെ മകൻ സോളമൻ്റെ മകൻ റഹബോവാം അവൻ്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രായേൽ ഗോത്രം 12 ഗോത്രങ്ങളാണ്. അതിങ്ങനെ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു, വടക്കും കിഴക്കുമായിട്ട്. കിഴക്ക് 2 ഗോത്രങ്ങൾ, വടക്ക് 10 ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾ 8-ാം നൂറ്റാണ്ട് മുതൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ, രാജ്യങ്ങൾ വന്ന് കീഴടക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ആദ്യം അസീറിയക്കാർ, വലിയ ഒരു സൈന്യശക്തിയായിരുന്നു അസീറിയ. അവർ വന്ന് വടക്കുള്ള 10 ഗോത്രങ്ങളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അസീറിയക്കാരെ ബാബിലോൺ കീഴടക്കി. ഈ ബാബിലോൺ അസീറിയക്കാരെ കീഴടക്കിയതിന് ശേഷം വടക്കുള്ള 10 ഗോത്രങ്ങളെ മാത്രമല്ല, കിഴക്കുള്ള 2 ഗോത്രങ്ങളെ കൂടി കീഴടക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഈ സമയത്തൊക്കെയാണ് യേശയ്യാ പ്രവാചകനും ജെറമ്യാ പ്രവാചകനുമൊക്കെ പ്രവചനം നടത്തുക. പിന്നീട് പേർഷ്യക്കാർ ബാബിലോണിനെ കീഴടക്കുന്നു. പേർഷ്യക്കാർ കീഴടക്കുമ്പോൾ പേർഷ്യക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇസ്രായേലോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, തിരിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് പോകാം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേവാലയം പുതുക്കി പണിയാം. ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു. സോളമൻ പണിത ദേവാലയം നശിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ എസ്രയുടെയും നെഹമ്യയുടെയും കാലഘട്ടത്തിൽ ഈ ഒരു ദേവാലയം പുതുക്കി പണിയപ്പെടുകയാണ്. എങ്കിലും അപ്പോഴും അവർ പേർഷ്യക്കാരുടെ കീഴിലായിരുന്നു. പിന്നീട് ഗ്രീക്കുകാർ വലിയ ശക്തിയായ ലോകത്തിലെ, അവരും വന്ന് ഇസ്രായേലിനെ കീഴടക്കി. വന്നവരും പോണവരുമൊക്കെ കീഴടക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. ഗ്രീക്കുകാരുടെ കീഴിൽ വീണ്ടും ഒത്തിരി വർഷങ്ങൾ അവർ കഴിയുകയാണ്. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അവസാനമായിട്ട് റോമാക്കാർ ഇസ്രായേലിനെ കീഴടക്കി. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഇസ്രായേൽ ജനത. എന്നാൽ ഈ ഗ്രീക്ക് രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യത്തിനും റോമ സാമ്രാജ്യത്തിൻ്റെയും ആധിപത്യത്തിന് ഇടയ്ക്ക് കുറച്ച് സമയത്ത് അവർക്ക് ഒരു സമാധാനത്തിൻ്റെ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമയമുണ്ടായിരുന്നു. അതിലേക്ക് നയിച്ചത്
2 സഹോദരന്മാരാണ്, മക്കബി സഹോദരന്മാർ. മക്കബി എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റിക എന്നാണ്. പിള്ളേർക്കൊക്കെ അറിയാം, ഒരു സിനിമയൊക്കെ ഉണ്ടല്ലേ, തോർ. ഈ തോറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ബൈബിളിൽ ഈ ഒരു ചുറ്റിക പോലെ ശത്രുക്കളെ തകർത്ത വലിയ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ജൂഡാസ് മക്കബിയും സൈമൺ മക്കബിയും. ഇവർ രണ്ടുപേരും കൂടി ഇസ്രായേൽ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ഗ്രീക്കുകാരിൽ നിന്ന്. അതിനുശേഷം അവരുടെ കീഴിൽ ഏകദേശം BC 142 164 മുതൽ 142 വരെ യുദ്ധമായിരുന്നു. 142 ശേഷം അവർക്ക് സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു സമയം വന്നു. BC 142 ഗ്രീക്കുകാരിൽ നിന്നും അവർ മോചിതരായതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. അത് ഗ്രീക്കുകാർ നശിപ്പിച്ച ആ ഒരു ദേവാലയം അവർ വീണ്ടും വിശുദ്ധീകരിച്ചു. ഗ്രീക്കുകാർ മലിനമാക്കിയ, ഡെസക്രേറ്റഡ് എന്നാണ് പറയുക, മലിനമാക്കിയ ദേവാലയം വീണ്ടും വിശുദ്ധീകരിച്ചു. ആ ഒരു വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു യഹൂദരെ സംബന്ധിച്ചിടത്തോളം. അവർ ഇന്നും ഹനുക്ക എന്ന ഒരു തിരുനാൾ അതിനുവേണ്ടി ആചരിക്കുന്നുണ്ട്. ദേവാലയ ശുദ്ധീകരണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഒരു തിരുനാൾ. ഈ തിരുനാളിൻ്റെ സമയത്ത് അവർ ഒരു കാര്യം ചെയ്തിരുന്നു. അവർ കുരുത്തോലകളുമായി, ഒലിവുശാഖയല്ല, കുരുത്തോല എന്ന് പറയുമ്പോൾ പാംസ്, പനയോല എന്ന് പറയാം, പനയോലകളുമായി അവർ ഈ ഒരു സൈമൺ മക്കബിയെ സ്വീകരിക്കുകയും ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുമാണ് ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടി. ആ ഒരു ഓർമ്മയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു പനയോല അവരുടെ വിജയത്തിൻ്റെ അടയാളമായിരുന്നു. പിന്നീട് BC 140 മുതൽ AD 70 വരെ പിന്നീട് ദേവാലയം വീണ്ടും റോമക്കാരെ നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ നാണയങ്ങളിലൊക്കെ ഈ ഒരു പനയോല ഇങ്ങനെ ആലേഖനം ചെയ്തു വെക്കും. കാരണം അവരുടെ വിജയത്തിൻ്റെ അടയാളമായിരുന്നു ഈ ഒരു പനയോല. അതുകൊണ്ടാണ് നമ്മൾ പനയോലയും കൊണ്ട് കടന്നു വരിക. സുവിശേഷത്തിൽ യോഹന്നാൻ മാത്രമേ ഈ ഒരു പനയോലയെക്കുറിച്ച് പറയുന്നുള്ളൂ. മറ്റ് സുവിശേഷകരൊക്കെ വസ്ത്രങ്ങൾ വിരിച്ചു, മരക്കൊമ്പുകൾ എടുത്തു എന്നൊക്കെയാണ് പറയുക. എന്നാൽ പനയോല എന്ന് വ്യക്തമായി പറയുന്നത് യോഹന്നാനാണ്. കാരണം ഈ ഒരു അടയാളത്തിന് വേണ്ടിയാണ്. ഇതാ രാജാവ് ദാവീദിനെ പോലെ, അല്ലെങ്കിൽ ശത്രുക്കളെ ഇടിച്ചു തകർത്ത മക്കബി സഹോദരന്മാരെ പോലെ ഇതാ ഒരു പുതിയ രാജാവ് വന്നിരിക്കുന്നു. ആ രാജാവ് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഒരു തിരുനാളിൻ്റെ സമയമാണ്. ആ തിരുനാളിൽ ലക്ഷക്കണക്കിന് യഹൂദരാണ് ജെറൂസലേമിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണാധിപന്മാരായിരുന്ന റോമക്കാരൊക്കെ അതീവ ജാഗ്രതയിലാണ്. ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയമായ ഒരു അല്ലെങ്കിൽ സൈനികപരമായ നടപടികളുണ്ടോ എന്നൊക്കെ അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈശോ തന്നെ ഒരു രാജാവിനെ പോലെ അവിടേക്ക് ആനയിക്കുവാനായിട്ട് സമ്മതിക്കുന്നത്. യേശു സമ്മതിച്ചതാണ്. ഇതിനു മുമ്പ് അവരങ്ങനെ യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചിരുന്നു. 5 അപ്പം 5000 പേർക്ക് വിളമ്പി എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ മാറിയപ്പോൾ അവർ ചിന്തിച്ചു, ഇതാണ് രാജാവ്, ഇവനെ രാജാവാക്കിയാൽ പിന്നെ വലിയൊരു സൈന്യത്തെ നയിക്കുവാൻ ബുദ്ധിമുട്ടില്ല. കാരണം ആഹാരം കൊണ്ടൊന്നും പോകണ്ട, സൈന്യത്തിൻ്റെ ആഹാരം വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവനെ രാജാവാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവിടെ നിന്ന് മാറിപ്പോയി മലയിലേക്ക് പോയി. ഈശോ അത് അനുവദിച്ചില്ല. ഇതിനു മുൻപും പലപ്പോഴും ഇവൻ മെസ്സിഹായാണെന്ന് പറയാൻ തയ്യാറായപ്പോൾ ഈശോ പറയും, വേണ്ട, സമയമായിട്ടില്ല, പറയണ്ട. എന്നാൽ ഇപ്പോൾ അവനെ തന്നെ മെസ്സിഹായ ആയി അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അവൻ വെളിപ്പെടുത്തുന്നത് വീണ്ടും മറ്റൊരു പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെടുത്തിയാണ്. സഖറിയായുടെ 9:9 അതിൽ പറയുന്നുണ്ട്, രാജാവ് കഴുതപ്പുറത്ത് കയറി ആഗതനാകുന്നു. കഴുതപ്പുറത്ത് കയറി വരുന്നതും ഒരു രാജാവ് തന്നെയാണ്. അതും
മിശിഹ കഴുതപ്പുറത്ത് കയറി വരുമെന്ന് അവർ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കഴുതപ്പുറത്ത് കയറി വരുന്നത് സമാധാനത്തിൻ്റെ സമയത്താണ്. രാജാവ് കഴുതപ്പുറത്ത് കയറി ഒരു സിറ്റിയിലേക്ക് വരിക, നഗരത്തിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമായിട്ട് വ്യക്തമായിട്ട് ഈശോ അവരോട് പറയുകയാണ്, ഇതാ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ഇതാ ഞാൻ രാജാവായി മിശിഹായായി ഇതാ കടന്നു വരുന്നു. വളരെ ഒരു മാസ് എൻട്രി എന്ന് പറയാം. അത്രയേറെ സൈന്യവും അത്രയേറെ ജനങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നഗരത്തിലേക്ക് ഇതാ താൻ രക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. വളരെ ഒരു അപകടം നിറഞ്ഞ പ്രവൃത്തിയായിരുന്നു ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന്. എന്നാൽ താൻ രക്ഷകനാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം എന്ന ബോധ്യത്തിൽ തന്നെയാണ് യേശു അത് ചെയ്യുക. ഇനി അപ്പോൾ ജനങ്ങൾ ഏറ്റുപറഞ്ഞ കാര്യം, ഏറ്റുപറഞ്ഞ ആ ഒരു വാക്കുകൾ, അതും മറ്റൊരു പഴയ നിയമത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ്. 118 സങ്കീർത്തനം. ഇതാ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ദാവീദിൻ്റെ പുത്രന് ഹോസാന. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം വികാരിച്ചൻ പറഞ്ഞതുപോലെ ലോർഡ് സേവ് us now, രക്ഷിക്കുക ഞങ്ങളെ. ഇനി അവൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നും ഈ ഒരു 118 സങ്കീർത്തനം 27 വാക്യത്തിൽ നമുക്ക് വ്യക്തമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, വരുവിൻ അവനോടൊപ്പം നമുക്ക് ബലിപീഠത്തിലേക്ക് പോകാം. പലപ്പോഴും മനസ്സിലാക്കാതെ പോയ, അന്ന് അവർ മനസ്സിലാക്കാതെ പോയ ഒരു വാക്കാണ് വരുവിൻ നമുക്ക് ബലിപീഠത്തിലേക്ക് പോകാം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ യുദ്ധം ചെയ്യാനല്ല വരുന്നത്, മറിച്ച് അവൻ രാജാവ് മാത്രമല്ല, അവൻ പുരോഹിതനും കൂടിയാണ്. അവൻ നിങ്ങൾ രക്ഷിക്കും. ഹോസാന, രക്ഷിക്കുക, അവൻ രക്ഷിക്കും. പക്ഷേ അവൻ രക്ഷിക്കുന്നത് റോമക്കാരിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. ആ അടിമത്തത്തിൽ നിങ്ങൾ മോചിപ്പിക്കുക യുദ്ധം ചെയ്തുകൊണ്ടല്ല, മറിച്ച് ബലിയർപ്പിച്ചുകൊണ്ടാണ്. ആ ബലിയാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ആ ബലിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ കുരിശുമരണം, ഈശോയുടെ കുരിശുമരണം, ആ ഒരു കാര്യം തന്നെയാണ് സങ്കീർത്തനത്തിൻ്റെ 118 സങ്കീർത്തനം തന്നെയാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു ആരാധനക്രമത്തിലൂടെ പുനരാവിഷ്കരിച്ചതും. കുരുത്തോലകളുമായി നമ്മൾ ഈശോയെ എതിരേറ്റു, ഞങ്ങൾ രക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ബലിവേദിയിലേക്ക് വന്നു. ബലിയർപ്പണത്തിലൂടെ നമ്മുടെ രക്ഷ നമ്മൾ പുനരാവിഷ്കരിക്കുന്നു. നമുക്ക് ഓരോ പ്രാവശ്യവും ഓശാന എന്ന് പാടുമ്പോൾ, ഈ കുരുത്തോല കയ്യിലെടുക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കാം, എന്തിൽ നിന്നാണ് ഞാൻ രക്ഷ നേടേണ്ടത്? എന്തിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിക്കേണ്ടത്? അത് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച എന്തിൽ നിന്നാണ് ഞാൻ എന്നെ തന്നെ രക്ഷിക്കേണ്ടത്? എന്തിൽ നിന്നാണ് ഞാൻ ദൈവം എന്നെ രക്ഷിക്കേണ്ടത്? എന്തൊക്കെയാണ് എൻ്റെ പാപത്തിൻ്റെ അടിമത്തങ്ങൾ? എന്തൊക്കെയാണ് എൻ്റെ ആത്മാവിനെ അന്ധകാരത്തിലാക്കിയിരിക്കുന്നത്? എന്തൊക്കെ വെറുപ്പുകളാണ്? എന്തൊക്കെ സ്നേഹിക്കാത്ത ഇടങ്ങളാണ്? എന്തൊക്കെ അടിമത്തങ്ങളാണ്? മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ എന്തൊക്കെ അടിമത്തങ്ങളാണ് എന്നെ പാപത്തിൻ്റെ അന്ധകാരത്തിലാക്കിയിരിക്കുന്നത്? അസീറിയക്കാരോ ബാബിലോണോ റോമായോ ഗ്രീക്കുകാരോ ഒന്നുമല്ല ഇന്ന് നമ്മളെ അടിമത്തത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെ പാപത്തിൻ്റെ പൈശാചികതയുടെ അടിമത്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. ഹോസാന, രക്ഷിക്കുക ഞങ്ങളെ കർത്താവേ ഇപ്പോൾ. സേവ് us Lord now, എൻ്റെ പാപങ്ങളിൽ നിന്ന് നിൻ്റെ ബലിയിലൂടെ, നിൻ്റെ ബലിയിൽ ആത്മാർത്ഥമായി പങ്കുകാരാകുവാനായിട്ട്, നിൻ്റെ പുതിയ ഉടമ്പടി സമൂഹമായിട്ട് നിന്നോട് വിശ്വസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക. രക്ഷിക്കുക കർത്താവേ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലയനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ദൈവത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ക്രിസ്തു തൻ്റെ വിശുദ്ധ പിതാവിന് തീവ്രമായി വിലാപത്തോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥനകളും അപേക്ഷകളും അർപ്പിച്ച ഈ പീഡാസഹന കാലത്ത് ദൈവത്തോട് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ പുത്രനോടുള്ള വാത്സല്യ നിമിത്തം നമ്മുടെ പ്രാർത്ഥനകളും അവിടുന്ന് കനിവാർന്ന് ശ്രവിക്കുമാറാവട്ടെ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അഭിവന്ദ്യ രൂപതാധ്യക്ഷൻ ജോസഫ് കരീൽ പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും അങ്ങേ രൂപിയാൽ നിറച്ച് അങ്ങേ തിരുമനസ്സറിഞ്ഞ് ദൈവജനത്തെ നയിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന അങ്ങേ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന സകല വൈദികരെയും സന്യസ്തരെയും മിഷനറിമാരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ അവരെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഇന്നീ ദിവസം ഞങ്ങൾക്കായി ദിവ്യബലിയർപ്പിക്കുന്ന വൈദികരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, യുവാവായ ഈശോയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരാൻ ഞങ്ങളുടെ യുവതി യുവാക്കളെ അങ്ങ് സഹായിക്കണമേ. കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അങ്ങേക്ക് സാക്ഷികളായി ജീവിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകരാകുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളുടെ ആശ്രയവും ആശ്വാസവുമായ ഈശോയെ, ഇന്ന് ലോകത്ത് കോവിഡ് എന്ന മഹാമാരിയിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ബന്ധുജനങ്ങളെയും സ്നേഹിതരെയും സമർപ്പിക്കുന്നു. ശാരീരികമായും സാമ്പത്തികമായും കഷ്ടപ്പെടുന്നവരെ അങ്ങേ തൃക്കൈ നീട്ടി പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സകലരെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ അവർക്ക് കൃപയേകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകളുടെ കൂടി അങ്ങായിരിക്കണമേ. ആത്മവിശ്വാസത്തോടെ ചോദിക്കുവാൻ അവർ തുനിയാത്തതുപോലും അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ സംപ്രാപിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും അഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കരുണാർദ്ര സ്നേഹത്തിൻ കൈ
സഹോദരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തിനെ പിതാമോ ദൈവത്തിന് സ്വീകാര്യമവൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, അങ്ങേ ഏകപുത്രൻ്റെ പീഡാസഹനം വഴി അങ്ങേ സംപ്രീതി ഞങ്ങൾക്ക് സമീപസ്ഥമാക്കിയല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ യോഗ്യതകളാലെല്ലെങ്കിലും അവിടുത്തെ സനാതനമായ ഏക ബലി വഴി അങ്ങേ കാരുണ്യത്താൽ മുൻകൂട്ടി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവ് നിങ്ങളോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുന്ന് പാപികൾക്ക് വേണ്ടി പീഡകൾ സഹിക്കുവാൻ തിരുവുള്ളമാകുകയും ദുഷ്ടർക്ക് വേണ്ടി നീതിരഹിതമായ ശിക്ഷാവിധിക്ക് വിധേയനാകുകയും ചെയ്തുവല്ലോ. അവിടുത്തെ മരണം ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉദ്ധാനം വഴി ഞങ്ങൾക്ക് നീതിവൽക്കരണം നേടിത്തരികയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊത്ത് അങ്ങേ പുകഴ്ത്തുകയും ആനന്ദ ആഘോഷത്തോടെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതലസ്തമയം വരെ നിർമ്മലമായൊരു ബലിംഗനാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കും. വിശദീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതയാവാൽ പവിത്രമാക്കുവാനും കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദേവീപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇത് രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത് എല്ലാവരും വാങ്ങി
ഇതിൽ നിന്ന് കുടിക്കുവീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവെ, അങ്ങേ പുനരക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനമായി ബലി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായി കൽപ്പനാൽ ഉത്ബോധരായും ദിവ്യോദശരൂക്തരായി നിർഭയമൊക്കെ ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കരിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പോസ്തലന്മാരുടെ ചില കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും ആഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിധിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച കാഴ്ച 1320 രൂപ. കാഴ്ചവയ്പ് 9-ാം കുടുംബീടിൻ്റെതായിരുന്നു 3210 രൂപ. ഇന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത് 10-ാം കുടുംബീടിലെ അംഗങ്ങളാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാവിലെ 9 മണിക്ക് 2ാമത്തെ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. നാളെ തിങ്കളാഴ്ച പൊതുപാപമോചനത്തിനുള്ള മോചന ശുശ്രൂഷയായിട്ടാണ് നാം വെച്ചിരിക്കുന്നത്. ഇത് കുമ്പസാരത്തിന് പകരമുള്ള ഒരു സംവിധാനമാണ്. ഇതെപ്പോഴും പിതാവ് അനുവദിക്കുന്ന ഒന്നല്ല, മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുവദിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ നാളിൽ അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലവും ഇതുപോലെ തന്നെയാണ്. കാരണം COVID-19 ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് പിതാവ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്, പൊതുപാപ മോചന ശുശ്രൂഷ നടത്തുവാനായിട്ട്. ഇത് നമ്മുടെ ഇവിടെ നാളെ വൈകുന്നേരമാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് കുരിശിൻ്റെ വഴി, തുടർന്ന് പാപമോചന ശുശ്രൂഷ ഇത് നയിക്കുന്നത് റവറൻഡ് ഫാദർ ആൻ്റണി കാനപ്പള്ളി അച്ഛനായിരിക്കും. പെരുമ്പടപ്പള്ളി ആശ്രമത്തിലെ അച്ഛനാണ്. ഈ അവസരത്തിൽ ഈ പരിപാടി ഇവിടെ വച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് കുമ്പസാരത്തിന് പകരം നിങ്ങൾ വരേണ്ടതാണ്. കുമ്പസാരത്തിനോട് അനുബന്ധിച്ച് പോകുന്ന ഒന്ന് തന്നെയാണ്. ഇനി ആർക്കെങ്കിലും കുമ്പസാരിക്കണം എന്ന് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണി മുതൽ അവർക്ക് കുമ്പസാരിക്കാവുന്നതാണ്. പക്ഷെ മിക്കവരും തന്നെ ഈ പരിപാടി, ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പെസഹ വ്യാഴാഴ്ച 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തിരുവത്താഴ പൂജ. ഇതിന് സന്ദേശം നൽകുന്നത് ആൻ്റണി എട്ടുങ്കലച്ഛനാണ്. കാലിക ശുശ്രൂഷ, ദിവ്യകാരുണ്യ സ്വീകരണം, ആരാധനയുടെ ക്രമം ഇപ്രകാരമായിരിക്കും. രാത്രി 7 മണി മുതൽ 8 മണി വരെ 1, 2, 3, 10 യൂണിറ്റ്. 8 മണി മുതൽ 9 മണി വരെ 4, 5, 6 യൂണിറ്റ്. 9 മണി മുതൽ 10 മണി വരെ 7, 8, 9 യൂണിറ്റ്. 10 മണി മുതൽ 11 മണി വരെ പൊതു ആരാധനയാണ്. അത് നമ്മുടെ സിസ്റ്റേഴ്സ് ആയിരിക്കും ആ ആരാധന നടത്തുന്നത്. 2-ാം തീയതി ദുഃഖവെള്ളിയാഴ്ചയാണ്. വൈകുന്നേരം 4 മണിക്ക് ദൈവജന പ്രഘോഷണം, പീഡാനുഭവ പ്രസംഗം, വിശ്വാസികളുടെ പ്രാർത്ഥന, കുരിശ് ആരാധന. പ്രസംഗം എട്ടുങ്കളച്ചനാണ്. ദിവ്യകാരുണ്യ സ്വീകരണം രാത്രി 9 മണിക്ക് കുരിശിൻ്റെ വഴി, രാത്രി 10 മണിക്ക് കബറടക്ക. 3-ാം തീയതി വലിയ ശനിയാഴ്ച രാത്രി 10:45 തീ, തിരി, വെള്ളം, വെഞ്ചരിപ്പ്, ദൈവജന പ്രഘോഷണം, ഉയർപ്പ്, ജ്ഞാനസ്നാന ജല ആശീർവാദം, ജ്ഞാനസ്നാന വ്രത നവീകരണം. പ്രസംഗം റവറൻഡ് ഫാദർ ആൻ്റണി എട്ടുങ്കളച്ചൻ ആയിരിക്കും. ഉയർപ്പ് ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മുടെ ആരാധനാക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. കുരിശ് ആരാധനയ്ക്കും അതുപോലെ നമ്മുടെ പീഡാനുഭവ രൂപത്തിൻ്റെ വണക്കം ആയിരിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാ കർമ്മങ്ങളിലും എല്ലാവരും പങ്കെടുക്കുക. പാതിരാ കുർബാനയ്ക്ക് എല്ലാവരും മെഴുകുതിരി കൊണ്ടുവരേണ്ടതാണ്. ദുഃഖവെള്ളിയാഴ്ച
ഉപവാസ ദിനമാണ്. അന്ന് വേണ്ട പോലെ ചെയ്യുക. ഇതിന് ഭീമമായിട്ടുള്ള ഒരു ചെലവ് ഉണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും അത് വഹിക്കേണ്ടതാണ്. അത് നോട്ടീസും ഇതിനോടുള്ള കവറുകളും യൂണിറ്റുകൾ വഴി എത്തിച്ചിട്ടുണ്ട്. ഈ കവറുകളിൽ നിങ്ങളുടേതായിട്ടുള്ള ഈ ചെലവ് വഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള തുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ സംഭാവനയായിട്ട് ഇട്ട് വരുന്ന ശനിയാഴ്ച ഉയർപ്പ് കുർബാനയ്ക്ക് മുമ്പായിട്ട് അത് യൂണിറ്റ് ഭാരവാഹികളെ ഏൽപ്പിക്കുക. ആ ഉയർപ്പ് കുർബാനയ്ക്ക് യൂണിറ്റിൻ്റെ കൺവീനറായിരിക്കണം ഓരോ യൂണിറ്റിൻ്റെയും എല്ലാ കവറുകളും ശേഖരിച്ച് കാഴ്ചവെക്കേണ്ടത്. വ്യക്തിപരമായിട്ടല്ല, മറിച്ച് ഓരോ കൺവീനർമാർക്ക് ആ കുർബാനയ്ക്ക്, പാതിര കുർബാനയ്ക്ക്, ഉയർപ്പ് കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ സാധിച്ചിരിക്കുന്നില്ല എങ്കിൽ യൂണിറ്റ് ഭാരവാഹികൾ ഒരാൾ അതിൽ സംബന്ധിച്ചിരിക്കണം. അങ്ങനെ 10 പേര് ഓരോ യൂണിറ്റിൻ്റെയും കവറുകൾ ശേഖരിച്ച് ഇവിടെ കാഴ്ചവയ്പ്പായിട്ട് നടത്തേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുവാനുള്ളവർ അതും ചെയ്യുക. കാലികൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി 10 യൂണിറ്റിൽ നിന്നും പേരുകൾ നൽകിയിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് തന്നെ ആ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് തന്നെ, ആ ദൈവവിളിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ജനറൽ ക്ലീനിങ് ദിവസമായിരുന്നു. അന്ന് കുറേ പേര് സഹകരിച്ചു, വളരെ ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു, എല്ലാം വൃത്തിയായി ചെയ്തു. ഈ അവസരത്തിൽ ഇതിന് പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് സിബിൾ ന്യൂനസ് പള്ളിപ്പറമ്പിൽ ഇന്നലെ നിര്യാതയായിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 10:30 5ാം കുടുംബ യൂണിറ്റ് അംഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്നവർ പ്രത്യാശിക്കുവാൻ ഞങ്ങളിടയാക്കി അങ്ങ് അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നിടത്ത് എത്തിച്ചേരുവാനും കൃപ നൽകുമാറാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. ഒരു കാര്യം മറന്നുപോയി. നമുക്കിന്ന് നമ്മുടെ ഈ ഓശാന ഞായറാഴ്ചത്തെ ഈ കർമ്മങ്ങൾ ഭംഗിയാക്കുവാനായിട്ട് 2 വ്യക്തികൾ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച്, പ്രത്യേകിച്ച് ദൈവവചന പ്രഘോഷണം നടത്തിയ തോമസൻ അച്ഛൻ അന്നത്തെ ആ യേശുവിൻ്റെ കാലത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വചന പ്രഘോഷണം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചതിന് അച്ഛന് എല്ലാവരുടെയും പേര് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മോട് ഒപ്പം ഉണ്ടായിരിക്കുന്ന ആൻ്റണി അച്ഛൻ ഈ ആശ്രമത്തിലാണ്, ഇടക്കൊച്ചി ആശ്രമത്തിലാണ്. അച്ഛൻ ഇങ്ങോട്ട് തന്നെ ഏൽക്കുകയായിരുന്നു, ഞാൻ വരാം എന്ന് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഏൽക്കുകയും നമുക്ക് വേണ്ടി ഇവിടെ കുർബാനയൊക്കെ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളോടും കൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പൂവിൻ തീപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയസുതനായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിന് സംരക്ഷകനായും ദൈവകുമാരന് വളർത്തുപിതാവായും വിശുദ്ധ ഔസേപ്പിതാവിനെയും നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഔസേപ്പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥത്തിന് കത്തോലിക്കാ തിരുസഭയെ സമർപ്പിച്ചതിന്റെ 150-ാം വർഷത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തോടെ ഈ പുണ്യപിതാവിനെ സഭയുടെ സംരക്ഷകനായും തിരുകുടുംബത്തിന്റെ നാഥനായും തൊഴിലാളികളുടെ മധ്യസ്ഥനായും വണങ്ങുന്നു. അങ്ങേ പിതാവിന് യോജിച്ച വിധം ജീവിത
ജീവിതം വചനാധിഷ്ഠിതമായും യാഥാർത്ഥ്യങ്ങളെ സൗമ്യമായും അചഞ്ചലമായ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ വർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വർഷത്തിൽ ഞങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഭക്തിയിൽ വളരുന്നതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഹായകമാകട്ടെ. ഈ വർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങ് ഞങ്ങൾക്കായി കൃപയും കാരുണ്യവും ആത്മധൈര്യവും നേടിത്തരണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.